നമ്മൾ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ കയ്യിൽ അത്യാവശ്യം അല്ലെങ്കിൽ അതിലധികം പൈസ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിലും അവരിങ്ങനെ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. എപ്പോഴും അവർ സ്ട്രെസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും ഉള്ളതായിട്ട് നമുക്ക് കാണില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരാക്രമം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം. അതേസമയം തന്നെ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെയുണ്ട്. അവർക്ക് ഒത്തിരി പൈസയൊന്നുമില്ല. അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അവർ ഹാപ്പിയാണ്. അവർക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് എന്തുകൊണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാനും ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു. എനിക്കും കരിയറിൽ ഏറ്റവും ടോപ്പ് ലെവലിലെത്തണം, ഏറ്റവും ഉയർന്ന ശമ്പളം മേടിക്കണം, ഒപ്പം തന്നെ വലിയൊരു വീട്, വലിയൊരു കാറ്, ഇതൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓടി പരാക്രമം നടന്നുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പീക്ക് ഓഫ് സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ ഫെൽറ്റ് കംപ്ലീറ്റ്ലി എംപ്റ്റി. അങ്ങനെ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എനിക്ക് തോന്നി ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടത് എന്നെനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ഡിഫറെൻറ്റ് പഴയ ഓൾഡ് ഫിലോസഫിക്കൽ ബുക്സ് എല്ലാം വായിച്ചു തുടങ്ങിയത്. അങ്ങനെ കയ്യിലെത്തിയൊരു ബുക്കാണ് റയൻ ഹോളിഡേയുടെ ദ സ്റ്റോയിക് ഫിലോസഫി എന്ന് പറയുന്ന ബുക്ക്. ഒപ്പം തന്നെ ഈഗോ ഈസ് ദ എനിമി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ബുക്കും. അത് ഒരു ലൈഫ് ചേഞ്ചിങ് ബുക്സ് ആയിരുന്നു. കാരണം പണ്ടത്തെ പഴയ റോമൻ ചക്രവർത്തിമാരുടെ കാലത്ത് മാർക്കസ്, ഒറേലിയസ്, അതുപോലെ സെനീക്ക, അങ്ങനെയൊക്കെ പറയണ റോമൻ ചക്രവർത്തിമാരുടെ കാലത്തുണ്ടായിരുന്ന അന്നത്തെ ബിസിനസ്സുകാരും ഓൺടർപ്രണേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഫിലോസഫീസാണ് ഈ സ്റ്റോയിക് ഫിലോസഫി എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 3 കാര്യമാണ് ഈ സ്റ്റോയിക് ഫിലോസഫി എന്നെ പഠിപ്പിച്ചത്. ഒന്നാമത്തത്, ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ. നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് വറി ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സമയം തന്നെ കഴിഞ്ഞു പോണത്. അതിലെ പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എത്ര നമ്മുടെ കയ്യിൽ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ പഠിക്കുകയാണെങ്കിൽ. രണ്ടാമത്തത്, പൈസ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ എവിടെ സേവ് ചെയ്യണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യൊപ്പം തന്നെ ദർ ആർ തിങ്സ് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു 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 നഗരം അല്ലെങ്കിൽ ഒരു പട്ടണം തകർന്നു പോണത്, ഇൻഫ്ലേഷൻ, അത്തരം കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്തിലെ എല്ലാ ആൾക്കാരും സഫർ ചെയ്യണ പോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് കരുതി മാറ്റിവെക്കേ പാകുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഡിസയർ ലെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആഗ്രഹത്തിൻ്റെ കോല എപ്പോഴും ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ കുറച്ച് വെച്ചാൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിലവുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയണത് ഈ സെനിക്ക ഫിലോസഫി, സ്റ്റോയിക് ഫിലോസഫി പറയണത്. അതായത് നമുക്ക് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കൺട്രോൾ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യലാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് നമ്മൾ പലപ്പോഴും വിചാരിക്കേണ്ടത് കുറേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ കൺട്രോൾ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു കാലത്ത് ഞാനടക്കം പൈസയുടെ പുറകെ ഓടിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ പിന്നെ തിരിച്ചറിഞ്ഞു നമ്മൾ അതിൻ്റെ പുറകെ പോയതുകൊണ്ട് കാര്യമില്ല. പണം എന്നെ ആയിരുന്നു ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡിസയർ ലെസ്, നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ച് വയ്ക്കുക. കാരണം നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതും പർച്ചേസ് ചെയ്യണതെല്ലാം ഒരു ഈഗോ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായിരുന്നു മൂന്നാമത്തെ ടേക്ക് അവേ. മൂന്നാമത്തെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു തിയറി തന്നെ അവർ പറയണതുണ്ട്, സ്റ്റോപ്പ് പെർഫോമിങ്, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. പെർഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പുറമേയുള്ള ആൾക്കാരനെ എല്ലാവരും കാണിച്ച് ഒരു ഷോ ഓഫ് ചെയ്ത് നടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നത്. നമുക്ക് സാധാരണക്കാരുടെ പോലെ തന്നെ ജീവിക്കാം. ഒപ്പം തന്നെ നമുക്കൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. കാരണം ഈഗോ ഈസ് എക്സ്പെൻസീവ്. പക്ഷേ ഇതിലേറ്റവും ദ ബിഗ്ഗസ്റ്റ് വെൽത്ത് ഈസ് ഫ്രീഡം. നമ്മുടെ സ്വാതന്ത്ര്യമാണ് ശരിക്കും ഏറ്റവും വലിയ ധനം എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ സ്റ്റോയിക് ഫിലോസഫിയാണ്. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ജീവിതത്തിലെ സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരവസ്ഥ. അതിന് പൈസ വേണം. ഈ സ്റ്റോയിക് ഫിലോസഫി പണം ഉണ്ടാക്കുന്നതിനെതിരല്ലായിരുന്നു. പക്ഷേ പണത്തിൻ്റെ പുറകെ ഓടുന്നതിലും ഒരു വ്യക്തതയില്ലാണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഈ പണം ഷോ ഓഫ് കാണിക്കുന്നതിനും ഈ ഫിലോസഫി കുറച്ച് എതിരായിരുന്നു. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ പണത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കാം, നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല, നമ്മളൊരു ലക്ഷ്യവും കിട്ടില്ല. രണ്ടാമത്തത്, നമുക്ക് ഒരു
നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ സ്പെൻഡിങ്ങിനെയും സേവിങ്സിനെയും അല്ലെങ്കിൽ നമ്മളെവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിനെയും ഒപ്പം തന്നെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിൽ പഠിച്ച് നമ്മുടെ ഇൻകം വരണ ഏരിയനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്കുണ്ടാവും. അതല്ലേ ശരിക്കുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്.